എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിദ്ധ കവി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാർ, സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ എഴുതി പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനും അതുപോലെ കവിയത്രിയും അഭിനേത്രിയും മോഡലിങ്ങും നർത്തകിയും ഗായികയുമായ ശ്രീമതി ജസീന്ത മോറിസ് മാഡം, കവിയും ഗാനരചയിതാവും സാഹിത്യകാരനുമായ ശ്രീ ഹരികുമാർ KP സാർ, വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നൃത്തവിഭാഗ മേധാവിയും കേരള കലാമണ്ഡല മോഹിനിയാട്ടം കോഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ശ്രീമതി സുനിത ശശി മാഡം, നാടക സീരിയൽ നടനായ ശ്രീ B ഗോപകുമാർ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സമാജിലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തിയാവുവാൻ പോവുകയാണ്. 1905 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർ ലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണ ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണെന്നുള്ളത് ഒരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നത്. അതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, സോളാർ മേഖല, IT മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് തുടങ്ങിയ ധാരാളം പ്രോഗ്രാമുകളാണ് ഇന്ന് ഭാരത് സമാജ് ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഭാരത് സമാജിൻ്റെ സ്ഥാപക ദിനമായ ആഗസ്റ്റ് 12 അനുസ്മരിപ്പിക്കും വിധത്തിലാണ് എല്ലാ മാസവും 12-ാം തീയതി ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, ആരോഗ്യ മേഖലയിലുള്ളവർ, മാധ്യമ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, വാസ്തുശില്പികൾ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് BSSൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനും അതുപോലെ വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ MR തമ്പാൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വിളിക്കുകയും ആദരപൂർവ്വം നിങ്ങളെ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മറ്റൊരു ആദരവ് കൂടിയാണ് നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വേദി വിടുവാൻ പാടുള്ളൂ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഭാരത് സമാജിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനും വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയും അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ MR തമ്പാൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. ഭാരത് സേവക് സമാജിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചെയർമാനും വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായ
ബഹുമാന്യനും ആദരണീയനുമായ ഡോക്ടർ എം.ആർ. തമ്പാൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവർകൾ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവർകൾ എന്നിവർ ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമ്മേളനം തുടങ്ങുകയാണ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. സ്വാഗതം ആശംസിക്കുന്നതിനായി BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഉപകരണ സമർപ്പണ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏകദേശം 55ഓളം പേർക്കാണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളാണ് ഈ 55 പേരും എന്ന് നമുക്ക് പറയാം. ഭാരത് സേവക് സമാജിനെ പറ്റി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, എന്നാൽ വീണ്ടും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഭാരത് സേവക് സമാജിൻ്റെ ഉപഹാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. പല മേഖലകളിൽ പ്രതിഭകളായവരും, ചിലരൊക്കെ നമ്മൾ ആദരിക്കാറുണ്ട്, ചിലരെയൊന്നും നമ്മൾ കണ്ടെത്താറില്ല. അങ്ങനെയുള്ള പ്രതിഭകളെ കണ്ടെത്തി ഭാരത് സേവക് സമാജികളായി ഭാരത് സേവക്കുകളായി മാറ്റുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജിൻ്റെ ഈ ഉപഹാര സമർപ്പണത്തിൻ്റെ ലക്ഷ്യം. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ തലത്തിൽ എടുത്ത തീരുമാനമാണ് ഭാരതത്തിലെമ്പാടുമുള്ള ഭാരത് സേവകളെ, പ്രതിഭാശാലികളെ, രാഷ്ട്രത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുകയും അവരെ രാഷ്ട്രത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദേശീയ തലത്തിലെടുത്ത തീരുമാനമാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 12-നാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ പരിപാടി ഇന്ത്യയിലുടനീളം നടത്തി വരുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇന്നത്തെ ദിവസം ഇതേ പരിപാടി നടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളാണ് ഈ സെൻട്രൽ പ്രോഗ്രാം ഓഫീസായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭാരത് സേവക് സമാജിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ദേശീയ വികസന ഏജൻസിയാണ്. ധാരാളം മേഖലകളിൽ പങ്കെടുത്ത് ദേശവികസനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. ഭാരത് സേവക് സമാജിൻ്റെ ഈ പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാൻ ശ്രീ BS ബാലേന്ദ്രൻ സാർ. ശരിക്കും അദ്ദേഹമാണ് എല്ലാ ഭാരത് സേവക് ഓണറുകൾക്കും അവാർഡ് കൈമാറുന്നത് ഈ ചടങ്ങിൽ വന്ന്. ഇന്ന് അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങിൽ എത്താൻ പറ്റാത്തത്. ഭാരത് സേവക് സമാജിനെ സംബന്ധിച്ചിടത്തോളം ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം വിലപ്പെട്ട ഒരു ബഹുമതിയാണ്. കാര്യം കേരളത്തിൽ നിന്നൊരാൾ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തെത്തുക എന്ന് പറയും. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാൻലാൽ നന്ദയും എല്ലാം ഇരുന്ന ആ ഒരു പൊസിഷനിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ആൾ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ പ്രവർത്തനവും ഭാരത് സേവക് സമാജിനെ ഇത്രയും നല്ല വിപുലമായ തോതിൽ ഏത് പരിപാടികളും ഏറ്റെടുത്ത് നടത്താൻ പ്രഗത്ഭരാക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് തന്നെയാണ്. ആ ലീഡർഷിപ്പിൽ ചുക്കാൻ പിടിച്ചാണ് ഭാരത് സേവക് സമാജിൻ്റെ എല്ലാ പ്രവർത്തകരും മുമ്പോട്ട് നീങ്ങുന്നത്. എല്ലാവരും തന്നെ ലാഭിച്ച് നോക്കാതെ ഏത് പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഭാരത് സേവക് സമാജിനെ ഇന്ത്യ ഒട്ടാകെ നയിച്ചുകൊണ്ട് വരുന്നത്. ഈ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനത്തിൽ ഏതൊക്കെയാണ് ഭാരത് സേവക് സമാജ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഭാരത് സേവക് സമാജ് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതെന്ന് മാത്രമാണ് ചോദിക്കേണ്ടത്. ഏത് പ്രവർത്തനം വന്നാലും ഇന്ത്യയിൽ എവിടെയും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്ത് നടത്തുവാൻ സന്നദ്ധരാണ്. ഞങ്ങളുടെ ടീമിനെ ഇത്രയും ശക്തമായി നയിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹം ചെയർമാനായതിനു ശേഷം എടുത്ത തീരുമാനമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഈ ഭാരത് സേവക് ഓണർ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തുകയും അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ഭാരത് സേവക് സമാജിൻ്റെ ആ ഒരു തീരുമാനത്തിൽ കൂടെ ഏകദേശം 3 വർഷത്തിലധികമായി ഈ പരിപാടി നടത്താൻ ധാരാളം പേരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭാരത് സേവക് സമാജ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ കൂടുതൽ കർമ്മനിരതരാകുകയും അതുപോലെ തന്നെ നമ്മുടെ പിൻതലമുറയും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയും അവരും ധാരാളമായി ഈ രാഷ്ട്രസേവന രംഗത്തേക്ക് കടന്നു വരാൻ അവർക്കൊരു പ്രചോദനമാകുക എന്നുള്ളതുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.
അങ്ങനെയാണ് ഭാരത് സേവക് സമാജിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെയാണ് ഭാരത് സേവക് അവാർഡും വന്നിരിക്കുന്നത്. ഇന്നിവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏകദേശം 55 പേരാണ് ഇന്ന് ഈ വിവിധ മേഖലകളിൽ നിന്നെത്തിയുള്ള 55 പേരാണ് ഈ അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ നമുക്ക് അധ്യക്ഷം വഹിക്കുന്നതും അതുപോലെ തന്നെ ഭാരത് സേവക് ഉപഹാരം കൈമാറുന്നതും ഭാരത് സേവക് സമാജിൻ്റെ സെൻട്രൽ ബോർഡ് അംഗവും അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനും വൈജ്ഞാനിക സാഹിത്യത്തിലെ പ്രതിഭയുമായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. തമ്പാൻ സാർ ഭാരത് സേവക് സമാജിൽ ആദ്യകാലം മുതൽ ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ്. ഭാരത് സേവക് സമാജ് തന്നെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഭാരത് സേവക് സമാജിനെ പറ്റി അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള 55 പേരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യും. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. എല്ലാവരും ഒന്നിച്ചുള്ള സ്വാഗതമല്ല, ഓരോരുത്തരെയും ഇവിടെ വിളിച്ച് നിർത്തിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഞാൻ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കണം. അതുപോലെ തന്നെ അന്നേരം അണിയിക്കുന്ന ഷോൾ ഈ പ്രോഗ്രാം കഴിയുന്നവരെ കഴുത്തിൽ അണിയുക. അത് ഈ പ്രോഗ്രാമോടുകൂടി നിങ്ങൾ ഭാരത് സേവകളായി മാറുക എന്നതാണ് ഭാരത് സേവക് സമാജിൻ്റെ കാഴ്ചപ്പാട് തന്നെ. അപ്പോൾ ഓരോരുത്തരും ഞാൻ പേരെടുത്ത് വിളിക്കുമ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിന്ന് അവരുടെ ബയോഡാറ്റ ഞാൻ വായിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെയും ബയോഡാറ്റ വളരെ വിപുലമാണ്. പേജുകൾ നീണ്ട ബയോഡാറ്റ ആയിരുന്നു പലരുടെയും എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ സമയപരിധി നമുക്കറിയാമല്ലോ, അതുകൊണ്ട് എല്ലാവരുടെയും ബയോഡാറ്റ ഞാൻ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നും തന്നെ ഞാൻ പറയുകയില്ല. എക്സ്പീരിയൻസ് കുറച്ചൊക്കെ പറയും. അവാർഡുകളുടെ എണ്ണം കുറച്ചേ പറയുള്ളൂ. അതുപോലെ ഒത്തിരി സ്ഥാനം വഹിക്കുന്നവരുണ്ട്. ഒരാൾ തന്നെ എത്രയോ സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ ചിലപ്പോൾ പറയത്തില്ല, വളരെ കുറച്ചേ പറയുള്ളൂ. കാര്യം അറിയാം, ഇത്രയും പേർക്ക് നമ്മൾ അവാർഡ് കൊടുത്തു വരുമ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആരും അതിൽ പരിഭവിക്കരുത്. ഭാരത് സേവക് സമാജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് സമാനമായ ഒരു വെബ്സൈറ്റ് ഭാരത് സേവക് സമാജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതുവരെയുള്ള എല്ലാ അവാർഡ് ജേതാക്കളുടെയും എന്തുകൊണ്ടാണ് ഒരു ഭാരത് സേവക് ഓണറിന് അർഹരായത് എന്ന് കാണിച്ചുള്ള വിശദമായ അവരുടെ ബയോഡാറ്റ അതിനകത്ത് ഉണ്ടായിരിക്കും. സമയപരിധി മൂലമാണ് പലതും വെട്ടിച്ചുരുക്കി എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുക. ഓരോരുത്തരെയായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡോക്ടർ മൊയ്തീൻ കുട്ടി AB. ഇദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഞാൻ പറഞ്ഞതുപോലെ വളരെ നീണ്ട ബയോഡാറ്റയാണ്. എവിടെ വെട്ടണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, എന്നാലും കുറച്ചൊക്കെ വെട്ടേണ്ടി വന്നു. തൃശ്ശൂർ അഴീക്കോട് സ്വദേശിയാണ്. ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി വിഭാഗം അധ്യാപകനും പ്രൊഫസറുമായിരുന്നു. 150ഓളം ലേഖനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും 3 പുസ്തകങ്ങളും ചില വിവർത്തനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്രമാസികകളിലും ആനുകാലികങ്ങളിലും വിദ്യാഭ്യാസ, സാമൂഹ്യ, കരിയർ ഗൈഡൻസ് വിഷയങ്ങളെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി വരുന്നു. 32 വർഷത്തെ അധ്യാപന സേവനത്തിന് ശേഷമാണ് വിരമിച്ചത്. ഫറൂഖ് കോളേജ്, RUA കോളേജ്, DU കോളേജ്, ഇസ്ലാഹിയ കോളേജ് എന്നിവിടങ്ങളിലെ സേവനത്തിന് ശേഷം 98ലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അധ്യാപകനായത്. ഭാഷാ സാഹിത്യ വിഭാഗം ഡീൻ, അറബി പഠന വിഭാഗം തലവൻ, ന്യൂനപക്ഷ സെൽ കൺവീനർ, പഞ്ചവർഷ ബിരുദ കോഴ്സ് യൂണിവേഴ്സിറ്റി തല കമ്മിറ്റി മെമ്പർ, വിദൂര വിദ്യാഭ്യാസ ഉപദേശക സമിതി അംഗം, അറബി ബിരുദാനന്തര ബിരുദ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, ഫറൂഖ് ഓട്ടോണമസ് കോളേജ് യൂണിവേഴ്സിറ്റി പ്രതിനിധി, MES മമ്പാട് കോളേജ് വൈസ് ചാൻസലർ നോമിനി. അങ്ങനെ ധാരാളം നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് കേന്ദ്രമായ ഹംസ സമായുമായും UAE കേന്ദ്രമായുള്ള ദാറു യാസ്മീൻ, നാസർ ദാഹിരി, ഖത്തർ ഫൗണ്ടേഷൻ അടക്കമുള്ള വിവിധ സംവിധാനങ്ങളുമായി യൂണിവേഴ്സിറ്റിക്ക് സഹകരണ കരാറിൽ ഏർപ്പെടാനായത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന കോമ്പിറ്റന്റ് അതോറിറ്റി, മദ്രസ ക്ഷേമനിധി ബോർഡ് അംഗം, പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം സംസ്ഥാന നോഡൽ ഓഫീസർ. അങ്ങനെ ധാരാളം തലത്തിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഡിസ്കവറിംഗ് ഇന്ത്യ കരിയർ ജേർണി, സ്റ്റഡി അബ്രോഡ് സ്കോളർഷിപ്പ് എന്നിവ ഇദ്ദേഹം ഏർപ്പെടുത്തി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രക്തദാന സന്നദ്ധ ഡയറക്ടറി തയ്യാറാക്കിയിരുന്നു. കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻറ് പോലീസ് ക്രൈസ്റ്റ് കോളേജിൽ ആരംഭിച്ചതും കാലിക്കറ്റിൽ NSS ഭവന നിർമ്മാണ പദ്ധതിക്ക് ആക്കുകൂട്ടിയതും ഈ ഘട്ടത്തിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ ഡയറക്ടർ, ചെയർ ഫോർ UGC JRF, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമിനേഷൻ കോർഡിനേറ്റർ, സെനറ്റ് മെമ്പർ, ലാംഗ്വേജ് ഫാക്കൽറ്റി മെമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ്, ഗവേണിംഗ് കൗൺസിൽ മെമ്പർ എന്നീ നിലകളിലും സേവനം ചെയ്തു. CMS കോളേജ് കോയമ്പത്തൂർ, കേരള മഹാത്മാഗാന്ധി ശ്രീശങ്കരാചാര്യ, കണ്ണൂർ, മദ്രാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പഠന ബോർഡ് മെമ്പർ, ചെയർമാൻ ആയി വർത്തിച്ചപ്പോൾ നൂതന ആശയങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ സെലക്ഷൻ ബോർഡ്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ മൈനർ റിസർച്ച് സെലക്ഷൻ കമ്മിറ്റി,
അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി UGC അറബി വികസന പ്രോജക്ട് മെമ്പർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ട്രഷറർ, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. വിരമിച്ച ശേഷവും ബിരുദാനന്തര ബിരുദ അറബി പഠന ബോർഡ് ചെയർമാൻ, ഭാഷാ വിഭാഗ ഡീൻ പദവികൾ തുടർന്നു വരുന്നു. വാടാനപ്പള്ളിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കരിയർ ഗൈഡൻസും കൗൺസിലിംഗ് നടത്തിവരുന്ന സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ വനജ ടി, കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല ഗവേഷണ വിഭാഗം മേധാവി, കേരള കാർഷിക സർവകലാശാലയുടെ റാസ് പീലിക്കോട് മേധാവി, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. 10 ശാസ്ത്ര പുസ്തകങ്ങൾ, 60 ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ വിവിധ അന്താരാഷ്ട്ര ദേശീയ ശാസ്ത്ര മാഗസിനുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5 ഡോക്യുമെൻ്ററികൾ, 66 കാർഷിക ലേഖനങ്ങൾ എന്നിവയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൈവ നെൽകൃഷി മേഖലയ്ക്ക് സംഭാവനകൾ കഴിഞ്ഞ 25 കൊല്ലത്തെ ഓർഗാനിക് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ആംപ് ഫാർമർ പാർട്ടിസിപ്പേറ്ററി ഗവേഷണ പ്രവർത്തനത്തിലൂടെ നൽകി വരുന്നു. ലോകത്തിലെ ആദ്യത്തെ അത്യുൽപാദന ശേഷിയുള്ള ജൈവ നെല്ലിനങ്ങളായ ഏഴോം, 1, 2, 3, 4, മിഥില എന്നീ 5 ഇനങ്ങൾ ഉപ്പ് ലവണമുള്ള ഓരോ ജലം കയറി ഇറങ്ങുന്ന തീരദേശ നെൽകൃഷി ഭൂമിയായ കൈപ്പാടിൻ്റെ ആദ്യത്തെ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ്. കൂടുതൽ ഉപ്പ് ലവണ ശേഷിയുള്ള നെല്ലിൻ്റെ വികസനത്തിനും സാധാരണ നെൽവയലിൽ ഒതുങ്ങുന്ന കൂടുതൽ ജൈവ നെല്ലിനങ്ങളുടെ വികസനത്തിനുമായി ആരംഭിച്ച പ്ലാന്റ് ബ്രീഡിംഗ് ഗവേഷണം അന്തിമഘട്ടത്തിലെത്തി. 2010 മുതൽ കൈപ്പാട് പ്രദേശങ്ങളുള്ള കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 ജില്ലകൾ പ്രവർത്തന മേഖലയായി മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി രൂപീകരിച്ച് ആരും ശ്രദ്ധിക്കപ്പെടാതെ അന്യം നിന്നുകൊണ്ടിരുന്ന കൈപ്പാടിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. സൊസൈറ്റിയുടെ കൈകളായി പ്രവർത്തിക്കാൻ ഫുഡ് സെക്യൂരിറ്റി ആർമി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിവിധ മേഖലകളിൽ പരിശീലനങ്ങൾ നൽകി. 2014 കൈപ്പാട് അരിക്കോ പേറ്റന്റിന് വകഭേദമായ ഭൗമസൂചിക പദവി നേടിക്കൊടുത്തു. കേരള ഗവൺമെൻറ് തലത്തിൽ കൈപ്പാടിൻ്റെ വികസനത്തിനായി കേന്ദ്രീകൃത ഏജൻസിക്കായുള്ള പ്രവർത്തന ഫലമായി KADS എന്ന കൈപ്പാട് ഏജൻസി നിലവിൽ വന്നു. മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നു. 2020 മുതൽ കൈപ്പാട് ജൈവ അരിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശ മാർക്കറ്റ്, തദ്ദേശ മാർക്കറ്റ്, ആംസോൺ എന്നിവിടങ്ങളിൽ മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴി മാർക്കറ്റിംഗ് നടത്തി വരുന്നു. ജൈവ നെൽകൃഷി വ്യാപനത്തിനായി വിവിധ പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തു. ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ കർഷകൻ്റെ പാടത്ത് തന്നെ പരിശീലനങ്ങൾ നൽകി. ജൈവ നെൽകൃഷി മേഖലയുടെ പ്രത്യേകിച്ച് പ്രകൃത്യ ജൈവ നെൽകൃഷി ചെയ്യുന്ന കൈപ്പാടിൻ്റെ പഠനത്തിനായും കൈപ്പാട് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് വിതരണം ചെയ്യുന്നതിനുമായി ഒരു റിസർച്ച് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതോടെ 102 നെല്ലിനങ്ങൾ ശേഖരിച്ചു. 68 ഇനങ്ങളെക്കുറിച്ച് പഠിച്ച് ഇംഗ്ലീഷിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. 77 ഇനങ്ങൾ ദീർഘകാല സംരക്ഷണത്തിനായി ഡെപ്പോസിറ്റ് ചെയ്തു. 75 ഇനങ്ങളുടെ വിത്ത് കർഷക പങ്കാളിത്ത സംരക്ഷണത്തിനായി പീലിക്കോട് പഞ്ചായത്തിലെ കർഷകർക്ക് കൈമാറി. കുരുമുളക്, തെങ്ങ് കൃഷികളിൽ നിരവധി എക്കോടൈപ്പ് ശേഖരണവും വിശകലനവും നടത്തിയിട്ടുണ്ട്. കുരുമുളക് കൃഷിയിൽ നിർണായകമായ നിരവധി പ്ലാന്റ് ബ്രീഡിംഗ് വർക്ക്സും നടത്തി. ഒരു ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെൻറ്ററിൽ കേരള കാർഷിക സർവകലാശാല പീലിക്കോടുള്ള ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുകയും മെഗാ പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിൽ വെച്ച് നടന്ന ആദ്യത്തെ അന്താരാഷ്ട്ര ജൈവ നെൽകൃഷി സമ്മേളനത്തിലും ജപ്പാനിൽ വെച്ച് നടന്ന 4ാമത് അന്താരാഷ്ട്ര ജൈവ നെൽകൃഷി സമ്മേളനത്തിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു. കേരള സ്റ്റേറ്റ് അവാർഡ്സ് 2020, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള വനിതാരത്നം പുരസ്കാരം, മികച്ച കൃഷി ശാസ്ത്രജ്ഞയ്ക്കുള്ള കൃഷി വിജ്ഞാന അവാർഡ്, മികച്ച യുവശാസ്ത്രജ്ഞയ്ക്കുള്ള അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2012 നിർമ്മിച്ച കായൽക്കണ്ണൻ ഡോക്യുമെൻ്ററിക്ക് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, 2022 സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിമൻ അച്ചീവർ അവാർഡ് തുടങ്ങി മറ്റ് അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സലീം ഇനുദ്ദീൻ, തൃശ്ശൂർ ചാവക്കാട് സ്വദേശി, വ്യാവസായിക പ്രമുഖൻ, സാമൂഹ്യ പ്രവർത്തകൻ. 1973 ഷാർജയിൽ തൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചു. കലാപരമായി പകർത്തിയ ഫോട്ടോഗ്രാഫുകൾക്ക് വളരെയധികം പ്രശംസ നേടിയിട്ടുണ്ട്. 2014 ഷാർജയെക്കുറിച്ചുള്ള ഒരു കോഫി ടേബിൾ പുസ്തകമായ സിറ്റി ഓഫ് ഡോംസ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദുബായ് കൈരളി കലാകേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായാണ് സാമൂഹ്യ ജീവിതം ആരംഭിച്ചത്. 1980 ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗമായി ചേർന്നു. പിന്നീട് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി സേവനമനുഷ്ഠിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണം ആധുനികവൽക്കരിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രോസിംഗ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ ഗ്രൂപ്പിൻ്റെ കീഴിൽ മൗറീഷ്യസിലും ഇന്ത്യയിലും പ്രവർത്തനങ്ങളുണ്ട്. തൃശ്ശൂരിലുള്ള സെൻട്രൽ പോയിന്റ് ഷോപ്പിംഗ് മാൾ,
ഇതിൻ്റെ മാനേജിംഗ് പാർട്ട്ണറും സിഇഒയുമാണ് ഇദ്ദേഹം. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി തുടർച്ചയായി വിദ്യാഭ്യാസ ക്യാമ്പുകൾ നടത്തുന്നു. പരിസ്ഥിതി സംരക്ഷണം നിലനിർത്തിക്കൊണ്ട് സുസ്ഥിര ജീവിതത്തിനായി നിരവധി സംരംഭങ്ങൾ സ്വീകരിച്ചു. ഭാരതപ്പുഴയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിപാടി നിലവിൽ നടന്നു വരുന്നു. പ്രദേശത്തെ 9 ക്ഷേത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഉത്രാളിക്കാവ് മുതൽ വാഴാലിക്കാവ് വരെ എന്ന പേരിൽ മറ്റൊരു ഫോട്ടോ ഫീച്ചർ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വ്യാവസായിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി, വയനാട് നോർത്ത് കൽപ്പറ്റ സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, അഡ്വക്കേറ്റ്. 1974 മുതൽ 76 വരെ കോഴിക്കോട് ബാറിൽ പ്രാക്ടീസ് ചെയ്യുകയും തുടർന്ന് വയനാട്ടിൽ ക്രിമിനൽ അഭിഭാഷകൻ, SBI, മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും പാനൽ അഡ്വക്കേറ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. സാമൂഹ്യ പ്രവർത്തകനാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ ചെയർമാൻ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, വിംസ് മെഡിക്കൽ കോളേജിൻ്റെ എത്തിക്സ് ബോർഡ് അംഗം, കോഴിക്കോട് ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമിയുടെ ലൈഫ് മെമ്പർ, റോട്ടറി ക്ലബ് കൽപ്പറ്റയുടെ ഫൗണ്ടർ സെക്രട്ടറി, അങ്ങനെ ധാരാളം നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ്, പോപ്പുലർ ലോയേഴ്സ് അവാർഡ്, കേരള കൗമുദിയുടെ എക്സലൻറ്റ് അവാർഡ് തുടങ്ങി 15ഓളം അവാർഡുകളും അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അബ്ദുൾ മജീദ് TA, കാസർഗോഡ് ഉദുമ സ്വദേശി, പ്രൊഫസർ, അറബി വിഭാഗം, കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 3 ദശാബ്ദത്തിലധികം ദീർഘകാല സേവന പരിചയം. രജിസ്ട്രാർ, കാലിക്കറ്റ് സർവകലാശാല എന്ന നിലയിൽ സർവകലാശാലയുടെ ഭരണ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. തുടർന്ന് ഡയറക്ടർ, UGC ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, കാലിക്കറ്റ് സർവകലാശാലയായി 2 വർഷത്തിലധികം സേവനം അനുഷ്ഠിച്ചു. വയനാട് മുസ്ലിം ഓർഫനേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 17 വർഷം അറബി വിഭാഗം മേധാവിയായും പ്രിൻസിപ്പലുമായി സേവനം അനുഷ്ഠിച്ചു. സ്ഥാപനത്തിൻ്റെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് മുക്കം MAMO കോളേജിൽ 2 വർഷം പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു. 12 PhD ഗവേഷണ പ്രബന്ധങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. 12ഓളം ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയ അന്താരാഷ്ട്ര റിസർച്ച് ജേണലുകളിൽ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്രവും ദേശീയവുമായ സെമിനാറുകളിലും കോൺഫറൻസുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഗവേഷണ രംഗത്ത് സമഗ്ര സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. പിന്നോക്ക മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. സർവകലാശാല സെനറ്റ്, അക്കാദമിക് കൗൺസിൽ എന്നിവയിൽ അംഗമായും UG പഠന ബോർഡ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. അക്കാദമിക് നയരൂപീകരണത്തിലും പാഠ്യപദ്ധതി വികസനത്തിലും നിർണായകമായ പങ്കുവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജികുമാർ K, ആലപ്പുഴ വെൺമണി സ്വദേശി, കഴിഞ്ഞ 25 വർഷമായി നാടൻപാട്ട് കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. കേരളത്തിലെ വിവിധ നാടൻപാട്ട് സമിതികളിലായി 175ലധികം വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കലാസാംസ്കാരിക മേഖലയിലും സജീവമായി പ്രവർത്തിക്കുന്നു. നാടൻപാട്ട് കലാകാരൻ എന്ന നിലയിൽ നാട്ടിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ നിന്നും ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. കേരളോത്സവം, സ്കൂൾ കലോത്സവം തുടങ്ങിയ വേദികളിൽ ജഡ്ജായും പ്രവർത്തിക്കുന്നു. വെൺമണി കൃഷിഭവൻ നേതൃത്വം നൽകുന്ന കാർഷിക വികസന സമിതി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. പുരാണ പാരായണം, ജീവകാരുണ്യ പ്രവർത്തനം എന്നീ പ്രോഗ്രാം അനൗൺസ്മെൻറ്റ് എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. നിലവിൽ CPI വെൺമണി ലോക്കൽ കമ്മിറ്റി അംഗമായും ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. നാടൻ പാട്ട് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശോഭ ശിവാനി. ശോഭ സുഖമില്ലാത്തതിനാൽ ശോഭയുടെ ഹസ്ബൻഡ് സുനിലാണ് എത്തിയിട്ടുള്ളത്. എറണാകുളം കളമശ്ശേരി സ്വദേശി, ചലച്ചിത്ര പിന്നണി ഗായിക, സ്റ്റേജ് പെർഫോമിംഗ് ഗായിക. 35ഓളം സിനിമകളിലും 20ലധികം ടെലിവിഷൻ സീരിയലിലും 1000ലധികം മ്യൂസിക്കൽ ഡിവോഷണൽ ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് നൈറ്റുകൾ, ടെലിവിഷൻ സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ അനേകം ഷോകളിലായി 30 വർഷമായി പാടി വരുന്നു. 1995 ആകാശവാണി ഓൾ ഇന്ത്യ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ വിജയിയാണ്. 1997 ദൂരദർശൻ ഹംസധ്വനി ആലാപന മ്യൂസിക് റിയാലിറ്റി ഷോ വിജയി. ARൽ നിന്ന് ലൈറ്റ് മ്യൂസിക്കിന് ഉയർന്ന പദവിയായ A ഗ്രേഡ് ലഭിച്ചു. A ഗ്രേഡ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഗായികയാണ്. 2000 കേരള യൂണിവേഴ്സിറ്റി ലൈറ്റ് മ്യൂസിക് മത്സര വിജയി, മാതൃഭൂമി കലോത്സവം ലൈറ്റ് മ്യൂസിക് മത്സര വിജയി, MG ഫൗണ്ടേഷൻ ബെസ്റ്റ് സിംഗർ ടെലിവിഷൻ അവാർഡ്, തൂത്തുക്കുടി മലയാള അസോസിയേഷൻ ഗാനമാതിരി ചലച്ചിത്ര പിന്നണി ഗായിക അവാർഡ്,
ഓൾ ഇന്ത്യ റേഡിയോ നാഷണൽ ലൈറ്റ് ഫോക്ക് ആൻഡ് മ്യൂസിക് കൺസർട്ടിൽ പാടുവാൻ തിരുവനന്തപുരം ARൽ നിന്ന് കേരളത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. 2017 ഇൻഡിവുഡ് എക്സലന്റ് ബെസ്റ്റ് സിംഗർ അവാർഡ്, പ്രാദേശികമായ മറ്റ് അനവധി പുരസ്കാരങ്ങൾ എന്നിവ നേടിയിട്ടുണ്ട്. മാക്ട, സമം, കാഫ് KCW എന്നിവയുടെ അംഗമായി പ്രവർത്തിച്ചു വരുന്നു. സ്വന്തമായി ശോഭ ശിവാനീസ്, തിര മ്യൂസിക് ബാൻഡ് കൊച്ചിൻ എന്നീ സംഗീത സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സരസ്വതി അമ്മ, തിരുവനന്തപുരം സ്വദേശി. 1978 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി ജോയിൻ ചെയ്തു. 31 വർഷത്തെ സർക്കാർ സർവീസിൽ ജനറൽ സർജറി, യൂറോളജി, യൂറോ സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി, ഓപ്പൺ ഹാർട്ട് സർജറി, ഓർത്തോപീഡിക് സർജറി, എമർജൻസി സർജറി എന്നിവ ഉൾപ്പെടെ 16 ഓപ്പൺ തിയേറ്റർ ഉൾക്കൊള്ളുന്ന മേജർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിൽ 20ലധികം വേരിയന്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2000 മുതൽ മുഴുവൻ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിൻ്റെയും ഭരണപരമായ ചുമതല വഹിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്ക്രബ് ഇൻചാർജ് ആയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 1 ആയി റിട്ടയർ ചെയ്തു. ഇപ്പോൾ ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ ചാരിറ്റബിൾ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ഫുൾ ടൈം വർക്ക് ചെയ്തു വരുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മണലൂർ ഗോപിനാഥ്, തൃശൂർ കാഞ്ഞാണി സ്വദേശി. 40 വർഷമായി ഓട്ടംതുള്ളൽ കലയിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലും ബാംഗ്ലൂർ, ഡൽഹി, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഹോങ്കോങ്, ദോഹ, ഖത്തർ, ദുബായ്, ലണ്ടൻ, മസ്കറ്റ്, മലേഷ്യ, തായ്ലൻഡ് എന്നീ വിദേശ രാജ്യങ്ങളിലും തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരാശരി ഒരു വർഷം 50ൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ശീതങ്കൻ തുള്ളലും പറയൻ തുള്ളലും അവതരിപ്പിച്ചു വരുന്നു. കേരള ആരോഗ്യവകുപ്പിൻ്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ ഭാഗമായി അശ്വമേധം എന്ന തുള്ളൽ രചിച്ച് വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് സർക്കാർ തലത്തിൽ ലഹരി വിരുദ്ധ ഓട്ടംതുള്ളൽ സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. പുതിയ തലമുറയിൽ ഈ കല എത്തിക്കുന്നതിനുള്ള വേണ്ടി സ്കൂളുകൾ, കോളേജ് തലങ്ങളിൽ സൗജന്യമായി തുള്ളൽ അവതരിപ്പിച്ചു വരുന്നു. ഇതുകൂടാതെ കളരിപ്പയറ്റ്, ചെണ്ട, സംഗീതം, നൃത്തം, ചിത്രകല, ഉപകരണ സംഗീതം എന്നിവയും ചെയ്തു വരുന്നു. 150 കുട്ടികൾ തുള്ളൽ കളരിയിൽ പഠനം നടത്തുന്നുണ്ട്. പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കളരിയിലെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ധനസഹായം ചെയ്യുന്നു. 10 ലക്ഷം രൂപ ചിലവിൽ തുള്ളലിന് വേണ്ടി ഒരു കൂത്തമ്പലം പണിതീർത്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ലക്കിടി കുഞ്ചൻ സ്മാരക പുരസ്കാരം, പ്രവാസി പുരസ്കാരം, മമ്മിയൂർ ദേവസ്വം പുരസ്കാരം ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ KK മഹമ്മൂദ്, വടകര സ്വദേശി. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്, PSMO കോളേജ് തിരൂരങ്ങാടി എന്നിവയിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും PG ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. ഇസ്ലാമിക് ചെയർ, കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ. താഴെ അങ്ങാടി സർവീസ് സൊസൈറ്റി ട്രസ്റ്റ് രൂപീകരണം നടത്തി. തീരദേശ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൽ കൂടി നടത്തി. വടകര ഇസ്ലാമിക് വെൽഫെയർ അസോസിയേഷൻ്റെ രൂപീകരണം. വടകര മുനിസിപ്പൽ പ്രദേശത്ത് ജീവകാരുണ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പഠന പരിശീലന കേന്ദ്രമായി വിവ സ്കൂൾ ഫോർ മെൻ്റലി ചാലഞ്ച്ഡ് എന്ന സ്ഥാപനം തുടങ്ങി അതിൻ്റെ പ്രസിഡന്റാണ്. 100ലധികം കുട്ടികൾ പഠന പരിശീലനം നേടുന്നു. ദയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ പ്രസിഡന്റാണ്. വടകര താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ക്യാൻസർ, വൃക്ക തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് സാന്ത്വന ചികിത്സ നൽകുന്ന ഹോം കെയർ ആണിത്. മലബാർ ഹയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചു, അതിൻ്റെ പ്രസിഡന്റാണ്. MHES കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 2003 ആരംഭിച്ചു. PG UG കോഴ്സുകളിലായി 1300ലധികം കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി വരുന്നു. മനാറുൽ ഇസ്ലാം സഭ പ്രസിഡന്റാണ്. സഭയ്ക്ക് കീഴിൽ 5 LP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുണ്ട്. വടകര ജുമാഅത്ത് പള്ളി ദാസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി മദ്രസ, ഇഹ്ഫുൽ ഖുർആൻ കോളേജ്, അൽദിർ പബ്ലിക് സ്കൂൾ, വനിതാ കോളേജ് എന്നിവയിലും പ്രവർത്തിക്കുന്നു. വടകര മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ്. വടകര സിറ്റിസൺസ് കൗൺസിൽ രൂപീകരണം നടത്തി, അതിന് ഇടക്കാല പ്രസിഡന്റാണ്. ഒയിസ്ക ഇന്റർനാഷണൽ വടകര ചാപ്റ്ററിൻ്റെ ഇടക്കാല പ്രസിഡന്റാണ്. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വടകര താലൂക്കിൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ ഹരിതാമൃതം ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. 1995 മുതൽ 2020 വരെ വടകര മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിച്ചു.
പൊതുപ്രവർത്തന മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് പി പരമേശ്വരൻ, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി സ്വദേശി, തികച്ചും ഗുരുകുല സമ്പ്രദായത്തിൽ ഋഗ്വേദ സംഹിത മുഴുവൻ ഹൃദിസ്ഥമാക്കി 1916 ആരംഭിച്ച ബ്രഹ്മസ്വം മഠം വിദ്യാർത്ഥി സംഘത്തിന്റെ സജീവ പ്രവർത്തകനായി. 1965 പ്രസിദ്ധീകരിച്ച മഠം സുവർണ ജൂബിലി സോവനീറിന്റെ സഹപത്രാധിപരായിരുന്നു. നിരവധി നാടകങ്ങളിലും ഇക്കാലത്ത് അഭിനയിച്ചു. 1973 ഗുജറാത്ത് ഗവർണർ കെ കെ വിശ്വനാഥന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി സ്ഥാനമേറ്റെടുത്തു. 1985 സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഡ്വക്കേറ്റായി ചുമതലയേൽക്കുകയും 35,000-ഓളം കേസുകൾ കൈകാര്യം ചെയ്യുമുണ്ടായി. 1939 ഡൽഹിയിൽ ആരംഭിച്ച കേരള ക്ലബിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഡൽഹിയിലെ ശ്രീനാരായണ കേന്ദ്രത്തിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, കേന്ദ്രമന്ത്രി കെ ആർ നാരായണൻ എന്നിവരോടൊപ്പം ആ കമ്മിറ്റിയിൽ അംഗമായി സേവനമനുഷ്ഠിച്ചു. ഡൽഹിയിൽ ഗായത്രി എന്ന സാംസ്കാരിക സംഘടനയുടെ ആദ്യ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ജസ്റ്റിസ് കെ സുകുമാരൻ നടത്തിയിരുന്ന നിയമസമീക്ഷയുടെ പ്രവർത്തനത്തിൽ ഭാഗഭാക്കായിരുന്നു. ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയായി തുടരുന്നു. ബ്രഹ്മസ്വം മഠം വേദ ഗവേഷണ കേന്ദ്രത്തിൽ ചെയർമാനായി പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച കുറൂർ നമ്പൂതിരിപ്പാട് സമ്പുടം എന്ന ഗ്രന്ഥം എഡിറ്റ് ചെയ്തു. റൂറൽ ലിറ്റററി ഫെസ്റ്റ് 2025 ചാലിശ്ശേരി അവാർഡ്, കടവല്ലൂർ അന്യോന്യം പരിഷത്തിന്റെ വേദബന്ധു പുരസ്കാരം 2025 എന്നിവ ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മസ്വം മഠം പ്രസിഡന്റായി ഇപ്പോഴും തുടർന്നു വരുന്നു. പൊതുപ്രവർത്തന മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രശ്മി എം കെ, ഒടകര സ്വദേശി, അക്യുപങ്ചർ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നു. ശാസ്ത്രീയവും സമഗ്രവുമായ അക്യുപങ്ചർ ചികിത്സയിലൂടെ സുരക്ഷിതവും ഫലപ്രദവുമായ ചികിത്സ നിരവധി രോഗികൾക്ക് നൽകി വരുന്നു. ഹോളിസ്റ്റിക് കൺസൾട്ടന്റായി തുടക്കം കുറിച്ച് 2008 മുതൽ 3 വർഷക്കാലം ജനതാ ആശുപത്രിയിൽ ഹോളിസ്റ്റിക് വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിച്ചു. 2013 മുതൽ 2016 വരെ വടകര സഹകരണ ആയുർവേദ ആശുപത്രിയിൽ വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ചു. ആയുർവേദം, നാച്ചുറോപ്പതി, യോഗ തെറാപ്പി, അക്യുപങ്ചർ എന്നിവയെ ഏകോപിപ്പിച്ച സമഗ്ര വെൽനസ് സംരംഭമായ ആണ് ആയുർ മന്ത്ര. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആയുർ മന്ത്രയെ ജനഹൃദയങ്ങളിൽ എത്തിച്ചു. പാരമ്പര്യത്തെ മാനിച്ചുകൊണ്ട് ആധുനിക ചികിത്സാ രീതികൾ സ്വീകരിക്കുന്നതാണ് ആയുർമന്ത്രയുടെ പ്രത്യേകത. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ചികിത്സാ രീതികളാണ് പിന്തുടരുന്നത്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ഒരുപോലെ സ്പർശിക്കുന്ന മഹത്തായ ചികിത്സാ ദർശനമാണ് ആയുർമന്ത്രം നൽകുന്നത്. മികച്ച ചികിത്സയ്ക്കൊപ്പം ആരോഗ്യപരമായ ജീവിതശൈലി ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചു വരുന്നു. ഹരിതാമൃതം മികച്ച ഹോളിസ്റ്റിക് കൺസൾട്ടന്റ് പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് കേരള ആയുർവേദ വൈദ്യശാലയുടെ മികച്ച ഹോളിസ്റ്റിക് കൺസൾട്ടന്റായി ആദരവും ലഭിച്ചു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജയേന്ദ്രൻ, എറണാകുളം പിങ്ങാരപ്പള്ളി സ്വദേശി, ശില്പി, ചിത്രകാരൻ. പ്രകൃതി ദൃശ്യങ്ങൾ, വന്യജീവികൾ, മനുഷ്യജീവിതം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന രചനാ വിഷയങ്ങൾ. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി ശേഖരങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവിധ പരസ്യ ഏജൻസികളിൽ 4 വർഷത്തോളം ആർട്ട് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ചിത്രകലാ അധ്യാപകനായി പ്രവർത്തിച്ചു. സൗദി അറേബ്യയിൽ സെറാമിക് ആർട്ടിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട്. ടൂൺസ് ആനിമേഷൻ ഇന്ത്യയിൽ ഹ്രസ്വകാലം പ്രവർത്തിച്ചു. മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിൽ ചിത്രകാരനായി വർഷങ്ങളോളം പ്രവർത്തിച്ചു. പ്രകൃതിയിലെ ഘടകങ്ങളെ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും വികാരമായി സമന്വയിപ്പിക്കുന്ന ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റേത്. നിരവധി പോർട്രേറ്റ് ശില്പങ്ങളും റിലീഫ് വർക്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. കൊച്ചി കേന്ദ്രമാക്കി ശില്പകല, ചിത്രകല, ചിത്രീകരണം എന്നീ മേഖലകളിൽ സ്വതന്ത്ര കലാകാരനായി പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ നിരവധി ഏകാംഗ പ്രദർശനങ്ങളും ഗ്രൂപ്പ് പ്രദർശനങ്ങളും ദേശീയ ആർട്ട് ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മനോജ് പി കമ്മത്ത്, കൊച്ചി ഏലങ്കര സ്വദേശി, മീഡിയ വിദഗ്ധൻ, ക്രിയേറ്റീവ് കൺസൾട്ടന്റ്, മോട്ടിവേഷണൽ സ്പീക്കർ, ഗായകൻ. 3 പതിറ്റാണ്ടിലേറെയായി മാധ്യമരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവ സാന്നിധ്യം. 1999 മുതൽ 2014 വരെ വിഷ്വൽ മീഡിയയിൽ ചീഫ് പ്രൊഡ്യൂസർ, ഡയറക്ടർ, അസോസിയേറ്റ് ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, റിസർച്ചർ എന്നീ നിലയിൽ CTV, സ്റ്റാർ TV, ജീവൻ, അമൃത, ഏഷ്യാനെറ്റ്, മീഡിയ വൺ, സൂര്യ എന്നീ ചാനലുകളിൽ 15 വർഷത്തെ പ്രവൃത്തി പരിചയം. 40 വർഷത്തിലേറെ ടെലിവിഷൻ, റേഡിയോ, സ്റ്റേജ് ഷോകൾ നടത്തുന്ന പ്രൊഫഷണൽ ഗായകനാണ്. വോക്കൽ ട്രെയിനിങ്, ഗ്രൂമിംഗ് എന്നിവയിൽ വിദഗ്ധൻ. ക്യാമ്പസ് റേഡിയോ പ്രോജക്റ്റുകളുടെ കോർഡിനേറ്ററാണ്. സംഗീതത്തിലൂടെയുള്ള പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ വഴി വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നു.
പരിസ്ഥിതി സംരക്ഷണം, റോഡ് സുരക്ഷ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നു. ഒരു ദിവസം കൊണ്ട് ഒരു ജില്ല മുഴുവൻ വൃത്തിയാക്കുന്ന മാതൃഭൂമിയുടെ ക്ലീൻ തൃശ്ശൂർ പദ്ധതിയുടെ ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഇതിന് സ്വച്ഛ് ഭാരത് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച നോ ഹോൺ പദ്ധതി തൃശ്ശൂർ ട്രാഫിക് പോലീസ് നടപ്പിലാക്കി. തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒറ്റയ്ക്ക് വൃത്തിയാക്കി തുടങ്ങിയ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് പിറ്റേ ദിവസം ജനങ്ങൾ ഒന്നടങ്കം ഇത് ഏറ്റെടുക്കുകയും സ്റ്റേഡിയം പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയും ചെയ്തു. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുഴയ്ക്കൽ, മണ്ണുത്തി മേഖലയിലെ അപകട സാധ്യതയുള്ള മീഡിയനുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. ലഹരി വിരുദ്ധ പോരാട്ടം വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലാസുകളും കരിയർ ഗൈഡൻസ് സെഷനുകളും നടത്തുന്നു. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്നിവർക്കായി വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നു. പുകവലി, മയക്കുമരുന്ന്, മദ്യപാനം എന്നിവയ്ക്കെതിരെ സ്വന്തം ജീവിതശൈലി തന്നെ ഒരു സന്ദേശമാക്കി പ്രവർത്തിക്കുന്നു. 15 വർഷത്തിലേറെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ശേഷം മാതൃഭൂമി ക്ലബ് FM തൃശ്ശൂർ സ്റ്റേഷൻ ഹെഡായി 8 വർഷം സേവനമനുഷ്ഠിച്ചു. നിലവിൽ വരാനിരിക്കുന്ന പാലക്കാട് അഹല്യ ഗ്രൂപ്പിൻ്റെ പുതിയ FM സ്റ്റേഷൻ HOD ആയി പ്രവർത്തിക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി യാത്രിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ G. ഗോപകുമാർ, മാവേലിക്കര ചെട്ടുകുളങ്ങര സ്വദേശി, മാധ്യമ പ്രവർത്തകൻ, കുത്തിയോട്ട കലാകാരൻ. 15 വർഷമായി വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നു. ജന്മഭൂമി തൃശ്ശൂർ എഡിഷൻ സബ് എഡിറ്റർ ആണ്. 30 വർഷമായി ചുവടിൻ്റെ ആശാനാണ്. കുത്തിയോട്ടത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്ര ഐതിഹ്യവും ചരിത്രവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ്. ഈ പുസ്തകം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ റഫറൻസ് ബുക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മാവേലിക്കര AR രാജരാജവർമ്മ സാംസ്കാരിക നിലയം പ്രശസ്തിപത്രം നൽകി അനുമോദിച്ചിട്ടുണ്ട്. ഒരുമ സാംസ്കാരിക സംഘടനയുടെയും ചെട്ടികുളങ്ങര മേനാമ്പള്ളി ഹൈന്ദവ കരയോഗത്തിൻ്റെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. സിനിമ സീരിയൽ രംഗത്ത് സഹസംവിധായകനായും പ്രവർത്തിച്ചു. താരും തളിരും, പുണ്യദർശനം, പോളവിളക്ക്, കൃഷ്ണാർപ്പണം തുടങ്ങി 35ഓളം ആൽബങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അർത്ഥാന്തരം എന്ന ഷോർട്ട് ഫിലിം, അക്ഷരങ്ങളിലൂടെ ഒരു യാത്ര എന്ന ഡോക്യുമെൻ്ററിയും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓണാട്ടുകര കെട്ടുകാഴ്ചയിലെ ദാരുശില്പങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചനയിലാണ്. കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി യാത്രിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കോയപ്പത്തൊടി പാലപ്പുറ മുഹമ്മദ് ബഷീർ, മലപ്പുറം വാഴക്കാട് സ്വദേശി, കലാകാരൻ, പ്രഭാഷകൻ. ധാരാളം സ്റ്റേജുകളിൽ ഗാനങ്ങൾ ആലപിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് മ്യൂസിക്കൽ എന്ന സ്ഥാപനം നടത്തിവരുന്നു. ഹാർമോണിയം, തബല, ഗിറ്റാർ, വയലിൻ തുടങ്ങിയവയും കൈകാര്യം ചെയ്യുന്നു. 15ഓളം പ്രമുഖ ഗായകരോടൊപ്പം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിലെ കുലപതികളായ മഹാകവി മൊയിൻകുട്ടി, കാസർകോട്ടെ ഉബൈദ്, KS ഖാദർ, SI ജമീൽ തുടങ്ങിയവരുടെ പേരുള്ള കേരള അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആയോധന കലയായ കളരിയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി യാത്രിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മൊയ്തു PK, കോഴിക്കോട് വടകര സ്വദേശി, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് 22 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തിരുവള്ളൂർ സാംസ്കാരിക ലൈബ്രറിയുടെ ഡയറക്ടറാണ്. വടകര വിദ്യാഭ്യാസ സമിതി കൺവീനർ എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. കേരള സേവ് പരിസ്ഥിതി ജില്ലാ സെക്രട്ടറി, തൊടന്നൂർ സബ് ജില്ലാ പരിസ്ഥിതി കൺവീനർ, വടകര ഏരിയ വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി, മാപ്പിള കലാ അക്കാദമി വടകര താലൂക്ക് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. എഴുത്തുകാരനാണ്. കവിതകൾ, ലേഖനങ്ങൾ, നോവൽ, ചരിത്ര പുസ്തകങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഫോറം, ലിറ്ററേച്ചർ ഡെവലപ്മെൻറ്റ് എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി അധ്യാപകനായി 8 വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി യാത്രിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഷഫീഖ് S, കൊല്ലം ജില്ലയിലെ ഓച്ചിറ സ്വദേശി, വ്യത്യസ്തമായ പ്രായക്കാർക്ക് മനഃശാന്തിയും ആത്മവിശ്വാസവും പകരുന്ന സൈക്കോളജി കൗൺസിലറാണ്. കോഴിക്കോട് ഹൈ അക്കാഡമിയുടെ കോർഡിനേറ്ററായും അധ്യാപകനായും പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മാനസിക വികസനത്തിനും വ്യക്തിത്വ വികാസനത്തിനും ഉതകുന്ന മോട്ടിവേഷണറായാണ് പ്രവർത്തനം. കൂടുതലും മനുഷ്യാവകാശ ബോധവും മാനസികാരോഗ്യ ബോധവത്കരണവും വളർത്തുന്നതിൽ വളരെ ശ്രദ്ധേയനാണ്. കൗൺസിലിംഗ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി യാത്രിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സോമൻ മാഹി സ്വദേശി, നാടകകൃത്ത്, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, ലേഖകൻ. ഒട്ടനവധി ആൽബങ്ങളിൽ അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമിൽ അഭിനയം, ഫിലിമിന് സഹസംവിധാനം എന്നിവയും നടത്തിയിട്ടുണ്ട്.
നാടകരചന, നാടകഗാനം, നാടക സംവിധാനം, നാടക അഭിനയം, ഭാവാഭിനയം എന്നിവയും ചെയ്യുന്നു. ധാരാളം ആനുകാലികങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാരുവിൽ പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരം, കണ്ണൂർ നർമ്മവേദിയുടെ പുരസ്കാരം, കലാപ്രതിഭാ പട്ടം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ അരങ്ങിൻ്റെ പ്രസിഡന്റ്, കണ്ണൂർ സാംസ്കാരിക വേദിയുടെ ജോയിന്റ് സെക്രട്ടറി, മാഹി ബുക്സിൻ്റെ സെക്രട്ടറി, സാഹിത്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ജനശബ്ദം മാഹി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ഭാരതദേശം മാതികയുടെ പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ബി ദേവരാജൻ നായർ, കൊല്ലം അഞ്ചൽ സ്വദേശി, 32 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി വിരമിച്ചു. തുടർന്ന് ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു. ചെറുകഥാകൃത്താണ്. 200ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ശാന്തിതീരം, ഉതിർമണികൾ, കനവുകളിലെ നിലവുകൾ എന്നീ ചെറുകഥാ സമാഹാരങ്ങളും കുറ്റവാളികൾ എന്ന നാടകവും പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലാസാഹിത്യ മേഖലകളിലും സാംസ്കാരിക മേഖലയിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. മികച്ച നാടക നടനും സംവിധായകനും കൂടിയാണ്. ഹാസ്യ നാടക പഠന കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി, അഞ്ചൽ ഐ ഹാരിസ് ഗ്രന്ഥശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അഞ്ചൽ ലയൺസ് ക്ലബ് ട്രഷറർ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഡീലിറ്റ് അവാർഡിന് അർഹനായി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MG സേവ്യർ, എറണാകുളം മരട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ. ഇന്ത്യൻ നേവിയിൽ നിന്ന് സിവിലിയനായി റിട്ടയർ ചെയ്തു. 10 വർഷമായി പൊതു ആരോഗ്യ സേവനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രകൃതി ജീവനം, നാച്ചുറോപ്പതി, പാരമ്പര്യ നാട്ടുവൈദ്യം എന്നീ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരെല്ലാം കൂട്ടിയിണക്കി രൂപീകരിച്ച വൈദ്യമഹാസഭയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 2023 BPNS എന്ന പാരമ്പര്യ ശ്രേഷ്ഠ സേവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മിത്രനികേതനിൽ വെച്ച വൈദ്യമഹാസഭയുടെ സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാരമ്പര്യ നാട്ടുവൈദ്യ സംഘടന നടത്തുകയും ഓൾ ഇന്ത്യ ലെവൽ പാരമ്പര്യ നാട്ടുവൈദ്യന്മാരെ ഒന്നിപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. വൈദ്യന്മാർക്കെല്ലാം കേരളത്തിലും രാജ്യവ്യാപകമായും പ്രവർത്തിക്കുവാനുള്ള കേന്ദ്ര അംഗീകാരത്തിനായും നിയമനിർമ്മാണത്തിനുമായി പ്രവർത്തിക്കുന്നു. ശുദ്ധമായ ഭക്ഷണം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഭക്ഷ്യശ്രീ എന്ന സ്ഥാപനത്തിൽ ഓർഗനൈസറായും സേവനം അനുഷ്ഠിക്കുന്നു. ഭാരതീയ പാരമ്പര്യ നാട്ടുചികിത്സാ സംഘത്തിൻ്റെ പാരമ്പര്യ ശ്രേഷ്ഠ സേവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. റോയ് തോമസ്, ശ്രീ റോയ് തോമസ്, ആലപ്പുഴ മാവേലിക്കര സ്വദേശി, 26 വർഷം ദുബായിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് കമ്പനിയായ മോട്ടിവേറ്റ് പബ്ലിഷിംഗ് കമ്പനിയിൽ ആർട്ട് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നു. എമിറേറ്റ്സ് വുമൺ, എമിറേറ്റ്സ് ഫ്ലൈറ്റ് മാഗസിൻ തുടങ്ങിയ എല്ലാ മാസവും ഏകദേശം 40 മാഗസിനുകളും അനേകം പ്രസിദ്ധീകരണങ്ങളും ചെയ്തിരുന്നു. ഡെസ്റ്റിനേഷൻ ദുബായ് എന്ന മാഗസിന് ഏറ്റവും നല്ല ഡിസൈനർക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. സ്നേഹതീരം സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സംഘടനയുടെ ട്രഷററായി പ്രവർത്തിച്ചു വരുന്നു. 2020 മുതൽ ബൈബിൾ കൈകൊണ്ട് എഴുതി തുടങ്ങി. 2025 നവംബറോടുകൂടി എഴുതി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ഇതിനാകെ 1700 പേജുകളും ഏകദേശം 117 പേനകളും ഉപയോഗിച്ചു. ഈ വിശുദ്ധ സത്യവേദ പുസ്തകം തിരുവനന്തപുരം എമ്പായത്ത് പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ മ്യൂസിയമായ വേൾഡ് ടു വേൾഡ് മ്യൂസിയത്തിൽ ഇപ്പോൾ പ്രദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. മലങ്കര കാത്തലിക് ആർച്ച് ബിഷപ്പ് ബെസലിയസ് മാർ ക്ലിമോസ് മെത്രോപ്പൊലീത്ത തിരുമേനി ആദരം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരത്ഭുതം ഉണ്ടായത് എന്ന് പറയുന്നത് ഈ തിരുവചനം എഴുതി 1 വർഷത്തിനുള്ളിൽ ദൈവാനുഗ്രഹം ഉണ്ടായി. 38 വർഷമായി കണ്ണാടി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തീർത്തും കണ്ണാടി ഇല്ലാതെ തിരുവചനം വായിക്കുവാനും വാഹനങ്ങൾ ഓടിക്കുവാനും കഴിയുന്നു. അത് ബൈബിൾ എഴുതിയതിൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആത്മീയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി നജ്മ സലീം, ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലത്തിനടുത്തുള്ള പൈങ്കുളം ഗ്രാമത്തിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള 10 ഏക്കർ കൃഷിഭൂമി പൂർണ്ണമായും ജൈവ കൃഷിയിടമായി വികസിപ്പിച്ചെടുത്ത് കൃഷിയിടത്തിൻ്റെ ചുമതല വഹിക്കുന്നു. 110 പരം വൃക്ഷലതാദികൾ ഇവിടെയുണ്ട്. സിന്തറ്റിക് രാസവസ്തുക്കളും കീടനാശിനികളും ഉപയോഗിക്കാതെ ഈ ഫാം പരിപാലിക്കുന്നതിനാൽ 22 ഇനം പക്ഷികൾ പതിവായി ഈ ഫാം സന്ദർശിക്കുന്നു. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി 5 കാർബൺ ക്രെഡിറ്റുകൾ ഉപയോഗിച്ച് പ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നു.
സുസ്ഥിര ജീവിതത്തിൻ്റെ ഭാഗമായി സൗരോർജ്ജം, ബയോഗ്യാസ്, കാറ്റാടി ഊർജ്ജം, സൂര്യപ്രകാശം പ്രാപ്തമാക്കുന്ന ആകാശജാലങ്ങൾ തുടങ്ങിയെല്ലാം ഈ ഫാമിൻ്റെ ഭാഗമാണ്. പശുക്കൾ, ആടുകൾ, നാടൻ കോഴികൾ, ഹംസങ്ങൾ, നായ്ക്കൾ, പൂച്ചകൾ, നിരവധി ഇനം പക്ഷികൾ എന്നിവയെ അവയുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ ഇവിടെ സൂക്ഷിക്കുന്നു. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധജല മത്സ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിപാടികളും നടന്നുവരുന്നു. പരിസ്ഥിതി മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുനീർ PA, മലപ്പുറം ഉത്തുന്നം സ്വദേശി, രക്ഷാപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നു. റെസ്ക്യൂ ടീമിൻ്റെ ജില്ലാ ഭാരവാഹിയും ആംബുലൻസ് ഡ്രൈവറായി നിരവധി അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കുന്ന സേവനങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. സന്നദ്ധ സേവകനായും ജീവകാരുണ്യ പ്രവർത്തനായും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സഹായ പ്രവർത്തനങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് ഇദ്ദേഹം. പിന്നോക്ക വിഭാഗങ്ങളുടെയും ദുരിതബാധിതരുടെയും കഷ്ടത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. പാലിയേറ്റീവ് ആൻഡ് ഫിസിയോതെറാപ്പി സെൻ്ററുകളുടെ സെക്രട്ടറിയായും ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സഫ്ന നസീഫ്, കോഴിക്കോട് കൈതപ്പൊയിൽ സ്വദേശി, മോട്ടിവേഷൻ സ്പീക്കറായി ജീവിതത്തിലെ വെല്ലുവിളികൾ അതിജീവിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്ന ശക്തമായ സന്ദേശങ്ങളും പോസിറ്റീവ് എനർജിയും പങ്കുവെക്കുന്നതിലൂടെ അനേകർക്ക് ആത്മവിശ്വാസവും പുതിയ ദിശകളും നൽകുന്നു. പാലിയേറ്റീവ് ഹെൽപ്പറായി വേദനയിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന രോഗികൾക്ക് കരുതലും ആശ്വാസവും നൽകുന്നു. പ്രൊഫഷണൽ സൈക്കോളജി കൗൺസിലറായും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സാമൂഹ്യമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിവരുന്നത്. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജൻസി MJ, എറണാകുളം ഇടപ്പള്ളി സ്വദേശിനി, 25 വർഷമായി അംഗനവാടി പ്രവർത്തകയാണ്. കൂടാതെ നിർഭയ വോളണ്ടിയർ ആയും പ്രവർത്തിച്ചു വരുന്നു. ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന മനുഷ്യാവകാശ സംഘടനയുടെ ആക്റ്റീവ് മെമ്പറും ചാരിറ്റി പ്രവർത്തകയുമാണ്. ജനമൈത്രി സമിതി, വില്ലേജ് സമിതി എന്നിവയിൽ സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ബെസ്റ്റ് അംഗനവാടി വർക്കർ അവാർഡ്, ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ ബെസ്റ്റ് ടാലൻറ്റ് അവാർഡ്, ഡോക്ടർ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്റർ നാരി പുരസ്കാർ, ജവഹർലാൽ നെഹ്റു അവാർഡ്, കേരളീയം അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അംഗനവാടിയിലെ പഠന രീതികൾ വിവിധ മാധ്യമ മേഖലയിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതലായും ഏർപ്പെട്ടിരിക്കുന്നത്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സിനി ശ്യാം, ദാദ്ര ആൻഡ് നഗർ ഹവേലി, സിൽവാസയിൽ താമസം, ചെറുകഥാകൃത്താണ്. കൊറോണ തുടങ്ങിയ സമയത്ത് ഏക മകൻ്റെ പ്രോത്സാഹനത്തിൽ എഴുത്തിലേക്ക് തിരിഞ്ഞു. ചെറുകഥാ സമാഹാരങ്ങളായ വെള്ളച്ചെമ്മീൻ 30 കഥകൾ, പ്രത്യാഗമനം 40 കഥകൾ, ഹരിതാക്ഷരങ്ങൾ 30 കഥകൾ, കാലാന്തരങ്ങൾ 16 കഥകൾ, വെള്ളച്ചെമ്മീൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വൈറ്റ് പ്രോൺസ് എന്നിവയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യ അക്കാദമിയുടെ അവാർഡിനർഹമായ വൈരുദ്ധ്യ വൈചിത്രങ്ങൾ എന്ന കഥാസമാഹാരം ജനുവരിയിൽ പ്രസിദ്ധീകരണത്തിന് തയ്യാറെടുക്കുന്നു. 2024 തകഴി പുരസ്കാര പത്രത്തിന് അർഹയായിട്ടുണ്ട്. 24 ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള ശ്രീമാൻ മെമ്മോറിയൽ പുരസ്കാരം, 25 മലയാള സാഹിത്യ അക്കാദമിയുടെ കൃതി സ്റ്റേറ്റ് വെൽഫെയർ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. കാലാന്തരങ്ങൾ എന്ന കഥാസമാഹാരം ഷാർജ മുഹമ്മദ് ബിൻ റഷീദ് അന്താരാഷ്ട്ര ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അർച്ചന കൃഷ്ണൻ, പാലക്കാട് ചിറ്റൂർ സ്വദേശി, ചിത്രകാരി, അഭിനേത്രി, ഗായിക, ചിത്രകല അധ്യാപിക, കലാസംവിധായിക. തത്സമയ ചിത്രരചനയിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ചിത്രകലയിൽ റിയലിസവും അബ്സ്ട്രാക്ട് രീതിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു. ബോർഡർ ലൈൻ, ഇഴ എന്നീ ഹ്രസ്വ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ പിന്നണി ഗായികയാണ്. ഡോക്യുമെൻ്ററിയിൽ സ്ഥിരമായി ശബ്ദം നൽകി വരുന്നു. ആരണ്യകാന്ഡം, നന്നായി, കൂടെ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഗാന്ധിപഥം എന്ന ഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രരചനയിൽ ലോക റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ആർട്ട് ബക്കറ്റ് കൊച്ചി നടത്തിയ പ്രദർശനത്തിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വനം ദിനത്തോടനുബന്ധിച്ചുള്ള തെരുവോര വരകളിൽ സജീവമാണ്. ബെസ്റ്റ് ഡൈനാമിക് ടീച്ചർ അവാർഡ് തുടർച്ചയായി 3 വർഷം കരസ്ഥമാക്കി. ഇന്ത്യൻ ടാലൻറ്റ് ഒളിമ്പ്യാഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് രചനാ സാഹിത്യ വേദിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പാലക്കാട് ഭാരത് മാതാ പബ്ലിക് സ്കൂൾ ചിത്രകല അധ്യാപികയുമാണ്. ചിത്രരചനാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓർഡർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ നിസാമുദ്ദീൻ ജെ, തിരുവനന്തപുരം മണക്കാട് സ്വദേശി. സാധാരണ ജനങ്ങളുടെ സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻനിർത്തി കാലങ്ങളായി വിവിധ മേഖലകളായി വ്യാപകമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവശ്യഘട്ടങ്ങളിൽ രോഗികൾക്ക് നിരവധി തവണ രക്തദാനം നടത്തിയിട്ടുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുന്നു. വിദ്യാർത്ഥികളും പൊതുസമൂഹവും ലഹരി മുക്തമാകുന്നതിന് വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ, സോഷ്യൽ മീഡിയയിലെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള അവബോധ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. കൗമാരക്കാർക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ മാനസിക സാമൂഹ്യ കൗൺസിലിംഗ് സേവനങ്ങളും നൽകി വരുന്നു. നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും, വിദ്യാർത്ഥികൾക്ക് പുസ്തകം, ബാഗ് മുതലായവയും വിതരണം ചെയ്യുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ സഹായിക്കാൻ വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്തു വരുന്നു. ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക അവബോധം സൃഷ്ടിക്കുന്നതിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ കാലയളവിൽ മുതിർന്ന പൗരന്മാർ, വിദ്യാർത്ഥികൾ, കർഷകർ, സ്വയം സഹായ സംഘങ്ങൾ, ചെറുകിട സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്കായി 1200-ലധികം സാമ്പത്തിക അവബോധ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം 6000-ലധികം പുസ്തകങ്ങൾക്ക് വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ വ്യക്തിപരമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിൽ വളർത്തുന്നതിനോടൊപ്പം വിവിധ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് നിരവധി പേരെ രക്ഷപ്പെടുത്തുവാൻ ഈ പ്രവർത്തനങ്ങൾ വഴിയായി സാധിച്ചു. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ സാജിദ, ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശി. മരുന്നുകളില്ലാതെ തന്നെ രോഗങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന ഉറച്ച വിശ്വാസത്തോടെ അക്യുപങ്ചർ ആൻഡ് ഹീലിംഗ് മേഖലയെ തൻ്റെ ജീവിത ദൗത്യമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി വേദനയോടെ എത്തിയ അനേകം വ്യക്തികൾക്ക് ആരോഗ്യവും പ്രതീക്ഷയും തിരികെ നൽകാൻ ഡോക്ടർ സാജിദയ്ക്ക് സാധ്യമായി. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വി ടി ഹബീബ്, ഈരാറ്റുപേട്ട സ്വദേശി, PSC പരീക്ഷ ട്രെയിനർ ആൻഡ് മോട്ടിവേറ്റർ. മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനമുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിലവിൽ 45 പേർക്ക് സർക്കാർ സർവീസിൽ പ്രവേശിക്കുവാൻ അവസരം ഒരുക്കി. ഈരാറ്റുപേട്ട നൈനാർപ്പള്ളി ജമാഅത്തിന് കീഴിലുള്ള സൗജന്യ പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്നു. മാധ്യമം ദിനപത്രത്തിൽ PSC പരീക്ഷാ പരിശീലന പങ്ക്തി സംബന്ധിച്ച നിരവധി ലേഖനങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചു. ക്വിസ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരനാണ്. എംപ്ലോയീസ് ഫോറം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ആൻഡ് ട്രെയിനിങ് ഈരാറ്റുപേട്ടയുടെ ചെയർമാൻ കൂടിയാണ്. തൊഴിൽ ലഭ്യതയ്ക്ക് വേണ്ട അടിസ്ഥാനം ഒരുക്കുന്നതിൻ്റെ മികവിന് വളരെയധികം ആദരവ് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നാഷണൽ ക്ലബിൻ്റെ മുൻ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് സംഘം, ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വാല്യൂവേഴ്സ് എന്ന തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ഓണറിയായും പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിനോയ് മണി, 2015 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ക്യാൻസർ രോഗി മീൻ കറി കൂട്ടി ചോറ് കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ 5 പൊതിച്ചോറിൽ തുടങ്ങിയ അന്നദാനം ഇന്നൊരു പതിറ്റാണ്ടിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഒരു മാസം ഏകദേശം 2000-ഓളം പേർക്ക് ഭക്ഷണം 2 ആശുപത്രികളായി നൽകി വരുന്നു. ഒപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനവും ചെയ്തു വരുന്നു. നിരാലംബരായ അമ്മമാർക്ക് എൻ്റെ വീട് എന്ന പദ്ധതി തുടക്കം കുറിച്ചു. നിർധന കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, രോഗികളുടെ വീടുകളിൽ അടിയന്തര പ്രവർത്തനം, വെള്ളപ്പൊക്കം, കോവിഡ് തുടങ്ങിയ വന്നപ്പോൾ ധാരാളം സഹായങ്ങൾ എന്നിവ ചെയ്തിട്ടുണ്ട്. അധ്യാപകർ, ഗായകർ, കലാകാരന്മാർ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർക്ക് ട്രസ്റ്റിൻ്റെ പുരസ്കാര വിതരണം ചെയ്യാറുണ്ട്. എക്സൈസ് ജില്ലാ സമ്മേളനത്തിൽ ആദരവ്, 3 സ്കൂളുകളിൽ നിന്നും ആദരവ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പഠിച്ച സ്കൂളിൽ നിന്നും മാതൃകാ ദമ്പതി പുരസ്കാരം, തിരുവാർപ്പ് ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആദരവ്, കലാഭവൻ മണി സേവാസമിതിയുടെ ദേശീയ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേഷ് കുമാർ RK, നെയ്യാറ്റിൻകര പെരുങ്കടവള സ്വദേശി, അഭിനേതാവ്, ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങൾ, സ്കിറ്റ്, പാട്ടുകൾ, മൈം ഷോ തുടങ്ങിയവയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയൽ, സിനിമാ മേഖലയിൽ 13 വർഷമായി നിലനിൽക്കുന്നു. 15 സിനിമ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. 7 സിനിമകളും 20ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ 8 സീരിയലുകൾക്ക് കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നു. കേരള കൗമുദി ചാനൽ സിറ്റ്കോം സീരിയൽ അലിയൻസിൽ 1250 എപ്പിസോഡുകളിൽ 17 വ്യത്യസ്ത വേഷങ്ങൾ അവതരിപ്പിച്ചു. ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ അവാർഡ്, നിത്യഹരിത പുരസ്കാരം, നിലാവ് സാംസ്കാരിക പുരസ്കാരം
തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. SUTയിലെ ബ്ലഡ് ഡൊണേഷൻ, റോഡ് സേഫ്റ്റി അസോസിയേഷൻ്റെ ആക്സിഡന്റ് ക്ലെയിം അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബിന്ദു രംഗനാഥ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശി. മനുഷ്യജീവിതത്തെ വിലയിരുത്താൻ പ്രാപ്തിയും ദുസ്സഹ സാഹചര്യങ്ങളെ മറികടക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കാനുള്ള കഴിവുമാണുള്ളത്. 22 വർഷത്തെ സമർപ്പിത സേവനത്തോടെ ഒരു സ്കൂൾ ടീച്ചറായ ബിന്ദു അനേകം വിദ്യാർത്ഥികളുടെ സുസ്ഥിരമായ ഭാവിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികളുടെ മാനസികാരോഗ്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുവാൻ കൗൺസിലിങ്ങുകൾ നടത്തി വരുന്നു. ചികിത്സാ രംഗത്തും സജീവമാണ്. പ്രൊഫഷണൽ പ്രാണിക് ഹീലർ എന്ന നിലയിൽ അനേകം പേരുടെ ജീവിതത്തിൽ ശാന്തിയും ആരോഗ്യവും പകരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജലജ ചന്ദ്രൻ, വർക്കല സ്വദേശി. 15 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവം. തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നതുമായ വാർദ്ധക്യ സഹജമായ ദുരനുഭവങ്ങൾ കൊണ്ട് അലയുന്ന അമ്മമാർക്ക് പുതുവസ്ത്രങ്ങളും മരുന്നും അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും ഒരുക്കി അവരുടെ അനാഥത്വ അവസ്ഥയെ മാറ്റിയെടുത്തു. സുഖമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് സഹായിച്ചു. രോഗബാധിത അമ്മമാരെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ഹോസ്പിറ്റൽ അഡ്മിഷൻ മുതൽ അവരെ സുഖപ്പെടുത്തി തിരികെ വീടുകളിലേക്കോ സദനങ്ങളിലേക്കോ ഏൽപ്പിക്കുന്നതുവരെയും എല്ലാ ചുമതലയും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് തന്നാൽ കഴിയുന്ന വിധം ആഹാരം എത്തിച്ചു കൊടുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിവിധ സംഘടനകളുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളുടെ അധ്വാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു ഓഹരി തൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സബിത AT, നിലമ്പൂർ അകപാടം ആനപ്പാറ സ്വദേശി. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിസ്റ്റാണ്. ബോഡി ലാംഗ്വേജ് മേഖലയിലൂടെ പ്രഗത്ഭ പാണ്ഡിത്യമുള്ള വ്യക്തികളുടെ ചിന്തകളും പെരുമാറ്റങ്ങളും ശരിയായ ദിശയിലേക്ക് മാറ്റാൻ പ്രവർത്തിച്ചു വരുന്നു. ഓർഫനേജുകൾ, ഓൾഡ് ഏജ് ഹോം, സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സൗജന്യ കൗൺസിലിംഗ് നൽകിക്കൊണ്ട് അനേക മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് ദിശാബോധം നൽകി വരുന്നു. ഓൺലൈനായി കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളും നൽകി വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുഹമ്മദ് ഉബൈസ്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കണ്ടമംഗലം സ്വദേശി. ഇസ്ലാമിക് എഡ്യൂക്കേഷനായി മതവിജ്ഞാനത്തെ ആധുനിക ജീവിതബോധത്തോടൊപ്പം കൊണ്ടുപോകുന്നു. വിദ്യാഭ്യാസത്തെ തലമുറകളെ നിർമ്മിക്കുന്ന മൂല്യാധിഷ്ഠിത ദൗത്യമായി കാണുന്ന വ്യക്തി. പബ്ലിക് സ്പീക്കറായി ജീവിതം, മതം, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ശ്രോതാക്കളെ പ്രചോദിപ്പിക്കുന്നതിലും ആത്മവിശ്വാസം പകരുന്നതിലും ശ്രദ്ധേയനാണ്. മാനസിക സംഘർഷങ്ങളിലൂടെ പോകുന്നവർക്ക് മാനസിക ആശ്വാസവും പ്രതീക്ഷയും നൽകി വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷിൽഡ സെബാസ്റ്റ്യൻ, ആലപ്പുഴ കാട്ടൂർ സ്വദേശി. ഫാത്തിമ ആശുപത്രി പെരുമ്പളം, സംഹിതി പാലിയേറ്റീവ് കെയർ മാരാരിക്കുളം, AMA പാലിയേറ്റീവ് കെയർ ആലപ്പുഴ, ജില്ലാ ഹോമിയോ ആശുപത്രി ആലപ്പുഴ, ഹോമിയോ ആശുപത്രി കുറ്റിക്കാട്, ചേർത്തല എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തന മേഖലയിൽ 14 വർഷത്തോളമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. കായംകുളം ആലപ്പുഴയിലേക്കുള്ള ബസ്സിൽ വെച്ച് നവാസ് എന്ന യുവാവിൻ്റെ ജീവൻ രക്ഷിച്ചു. അന്നതിന് ജീവൻ രക്ഷാ അവാർഡും ബെസ്റ്റ് നേഴ്സ് അവാർഡും മോട്ടോർ ന്യൂറോസിസ് എന്ന അസുഖം ബാധിച്ച് ലഭിച്ചിട്ടുണ്ട്. മോട്ടോർ ന്യൂറോസിസ് എന്ന അസുഖം ബാധിച്ച് കിടപ്പിലായ ഒരിക്കലും ചെരുപ്പ് ധരിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ ചെരുപ്പുകളും താലോലിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു ഉമ്മയുടെ ദുഃഖം പറയുന്ന കഥയാണ് ചെരുപ്പ്. അങ്ങനെ ഒരു കഥ രചിച്ചിട്ടുണ്ട്. കിടപ്പിലായ രോഗികളുടെ ജീവിതത്തെ ആസ്പദമാക്കി സാന്ത്വന സഞ്ചാരക്കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. കോവിഡ് ഡ്യൂട്ടി ബെസ്റ്റ് നേഴ്സ് അവാർഡ്, കായംകുളം മുനിസിപ്പൽ ഏരിയ പാലിയേറ്റീവ് കെയർ ബെസ്റ്റ് നേഴ്സ് അവാർഡ്, പാലിയേറ്റീവ് കെയർ ആലപ്പുഴ അവാർഡ്, ബെസ്റ്റ് നേഴ്സ് കായംകുളം മുനിസിപ്പൽ ഏരിയ അവാർഡ്, ട്രെയിൻ നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവാർഡ്, ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് ബെസ്റ്റ് നേഴ്സ് അവാർഡ്, സാന്ത്വന സഞ്ചാരക്കുറിപ്പ് എന്ന ബുക്കിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പാലിയേറ്റീവ് നേഴ്സായി ജോലി നോക്കുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.